ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ വീഡിയോൻ്റെതായ ഒരുപാട് കമൻസുകൾ വരാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണോ ഇത് മിസ്സായി പോകരുതെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റ്, രസകരമായിട്ടുള്ളൊരു കമൻറ്റാണ്, ബ്രോക്ക് ജോലി ആയില്ലേ ഇതുവരെ എന്നുള്ളതാണ്. അതായത് അവർ ഉദ്ദേശിച്ചിട്ടുള്ള ചോദ്യത്തിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്, നമ്മൾ എൻട്രി ആപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സിന് അല്ലെങ്കിൽ ഫാക്കൽറ്റീസിന് ഈ എക്സാംസുകളൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് അവരുടെ ചോദ്യം. അതാണ് എന്താണ് നമ്മൾ ഈ ഒരു മേഖലയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് നമ്മൾ ക്ലാസ്സസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നേരത്തെ നമ്മൾ ഫോളോ ചെയ്യാത്ത ആളായിരിക്കും ചിലപ്പോൾ ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം നമുക്ക് അമ്മൂസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അമ്മൂസിന് ഇതുവരെ ജോലിയൊന്നും ആയില്ലേ? അതാണ് ചോദ്യം. നമുക്ക് ഇപ്പൊ സംഭവം ആക്ച്വലി നമുക്ക് RRBയുടെ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ 2019 RRB CBT 1 CBT 2 ക്രാക്ക് ചെയ്ത് മെഡിക്കലും അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എല്ലാം സക്സസ്ഫുള്ളി പാസ്സായ ഒരു കാൻഡിഡേറ്റ് ആണ്. ആൻഡ് നമുക്കിപ്പം അതുപോലെ തന്നെ NBCCയുടെ പ്രൊജക്ട് എഞ്ചിനീയർ ജോബ് ക്ലിയർ ആയ വ്യക്തിയാണ്. പിന്നെ നമുക്ക് ഗേറ്റ് ആണെങ്കിലും സ്റ്റേറ്റ് PSC എക്സാംസ് ആണെങ്കിലും ഒരുപാട് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ജോലിയായിട്ട് പറയുവാണെങ്കിൽ RRBയും NBCC ആണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് എവിടെ നമ്മൾ പോയാലും നമ്മുടെ ഉള്ളിലൊരു പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അവസാനം അതിലേക്ക് എത്തിപ്പെടും എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ. അപ്പം നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ്ലെസ് ആണ്. ഓരോ ദിവസവും നമുക്ക് നമ്മുടെ ഒരു പാഷൻ, അതായത് ഞാൻ 2012 പാസ് ഔട്ട് ആയതിനു ശേഷം ഡയറക്റ്റ്ലി ഞാൻ വന്നിട്ട്, അതായത് 1 മാസം ഗ്യാപ്പിന് മുന്നേ പഠിപ്പിക്കാൻ കയറി. അത്രത്തോളം പാഷൻ ഉണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്താണെങ്കിലും സപ്ലി എക്സാംസിന് ഫ്രണ്ട്സിനെ പഠിപ്പിക്കും. അപ്പോൾ ആ ഒരു ടീച്ചിങ് പറയുന്ന ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് വേറെ ഏത് ജോബ് കിട്ടിയാലും ടീച്ചിങ്ങിലേക്ക് വരാനുള്ള ഭയങ്കര ടെൻഡൻസിയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ആ ജോബ് വേണ്ടെന്ന് വെച്ചിട്ട് ടീച്ചിങ്ങിലേക്ക് വന്നതാണ്. ആൻഡ് ഇപ്പം ചോദിക്കുവാണെങ്കിൽ ബാക്കി എല്ലാ ജോബിനേക്കാളും സാറ്റിസ്ഫാക്ഷനും സന്തോഷവും 100%. എന്റെ ഒരു ജേണി പറയാന്നുണ്ടെങ്കിൽ, ഞാൻ ശരിക്കും 2012 ബിടെക്കിന് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2012 ബിടെക്കിന് ജോയിൻ ചെയ്ത് 2014 ആയ സമയത്ത് തന്നെ ഈ ടീച്ചിങ്ങിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ടീച്ചിങ് നമ്മൾ ബിടെക് ഒന്നുമല്ല, നമ്മൾ ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ പറ്റും. അതാണ് ഇപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അനിയന്മാരെ പഠിപ്പിക്കുക, അനിയത്തിമാരെ പഠിപ്പിക്കുക അല്ലേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നമ്മുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ മാത്സ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പം അന്നേ ടീച്ചിങ്ങിനോടുള്ളൊരു പാഷൻ ഉണ്ടായിരുന്നു. പിന്നെ 2016 ബിടെക് കംപ്ലീറ്റ് ചെയ്തു. അതേ വർഷം തന്നെ ഗേറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് എംടെക്കിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എംടെക് കഴിഞ്ഞ് ശരിക്കും എനിക്ക് തീരെ കരിയർ ഗ്യാപ്പേ വന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ തന്നെ RRBയുടെ ALP എക്സാം ക്ലിയർ ചെയ്തു. അതിനുശേഷം RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം CBT 1 ക്ലിയർ ചെയ്തു. പക്ഷേ CBT 2 എനിക്ക് ട്രെയിനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ടുള്ള ഒരു കരിയർ പാത്ത്. ആ സമയത്താണ് RRB ALP ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, എനിക്ക് എൻട്രിയിൽ നിന്ന് ഈ രീതിയിൽ എൻ്റെ ടീച്ചിങ്ങിനോടുള്ള ഒരു പാഷൻ അറിഞ്ഞതുകൊണ്ടാണ് എൻട്രിയിൽ നിന്ന് അങ്ങനെ ഒരു കോള് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ വന്നത്. അതുപോലെ തന്നെ നമ്മൾ കൂടെ വന്നിട്ടുള്ള ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ അരവിന്ദ് സാറ് പറയാന്നുണ്ടെങ്കിൽ, സാറിന് ടീച്ചിങ് എന്ന് പറയുന്നത് അത്രയും പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അതിൽ സാറ് നമ്മളെടുത്ത് ക്ലാസ്സസ് ഒക്കെ എടുത്തു. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ അരവിന്ദ് സാറിനെ കുറിച്ചൊരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, സാർ ഒരിക്കൽ ക്ലാസ് എടുത്ത സമയത്ത് സബ് എഞ്ചിനീയറിൻ്റെ ഒരു ലൈവ് സെഷൻ എടുക്കുകയാണ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്ക്. അപ്പോൾ അതിൻ്റെ താഴെ ഇതേപോലെ ഒരു ആൾ കമൻറ്റ് ചെയ്താണ്, നിങ്ങൾക്കൊന്നും ഈ ടോപ്പിക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതേ സാർ ആ കമൻറ്റ് എനിക്ക് അയച്ചു തന്നു, സാർ ഇങ്ങനെയൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറിൻ്റെ ഒരു പാഷൻ്റെ പുറത്താണ് സാർ അന്ന് ക്ലാസ് ടീച്ചർ എടുത്തിട്ടുള്ളത്, ടോപ്പിക്കുകൾ എടുക്കുന്നത്. ആ എക്സാം കഴിഞ്ഞ സമയത്ത് സംഭവിച്ച കാര്യം, സാർ അന്ന് ലൈവിൽ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും എന്ത് ചെയ്തു, എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. അപ്പോൾ ഇതുപോലുള്ള അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് നമ്മൾ എൻട്രിയിൽ ഓരോരുത്തരും എടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ തന്നെ നമ്മുടെ സിബിൻ സാറ് ജോയിൻ ചെയ്തു. നമ്മൾ എൻട്രിയിൽ ആദ്യമായിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളോടുള്ള ഒപ്പമുള്ള ടീച്ചറാണ്. അതേപോലെ മുബാറക് സാറ് ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ കൂടെയുള്ള ഫാക്കൽറ്റീസ് എന്നല്ല, നമ്മൾ ഫാമിലി മെമ്പേഴ്സ് ആണ് പറയുന്നത്. പിന്നെ അവരും അവരുടേത് ഒരു കരിയർ മാത്രമല്ല, വേറെ പല ആസ്പെക്ട്സ് കൂടെ കൺസിഡർ ചെയ്യേണ്ടതുകൊണ്ടാണ് അവർ ഗവൺമെന്റ് സർവീസിലേക്ക് പോയത്. ഇപ്പം നമ്മുടെ സിവിൽ എടുക്കുവാണെങ്കിൽ ശ്രീവിദ്യ മാം ആണെങ്കിലും ഒക്കെ ഇപ്പം ഗവൺമെന്റ് ഉണ്ണി സാറ്, പിന്നെ നമുക്ക് റിയാസ് സാറ് മെക്കാനിക്കൽ, ജിതിൻ സാർ ഇലക്ട്രിക്കൽ, അത് എടുത്തു പറയേണ്ട പേരാണ്. അപ്പൊ നമുക്ക് അങ്ങനെ അവർ ഒരുപാട് പേരുകൾ നമുക്ക്, പിന്നെ അവരുടെയൊക്കെ ഒരു എന്താ പറയുക, വേറെ പല നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ്, കരിയർ മാത്രമല്ല പല ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തതുകൊണ്ട് ചിലപ്പോൾ ഒരു താൽക്കാലികമായിട്ട് ഗവൺമെന്റ് സർവീസിൽ കയറി വരാം, ഒരു ലീവ് എടുത്ത് തിരിച്ചു വരാം. അതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സസ് ആണ്, ഡിപ്പെൻസ് ആണ്. പിന്നെ ഇത് പറഞ്ഞ പോലെ നമുക്കിപ്പം എക്സാം ക്രാക്ക് ചെയ്യുമ്പം റെയിൽവേയുടെ എക്സാം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നമുക്ക് ഈ പറഞ്ഞ 2 CBT ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനകത്ത് CBT 1 എന്ന് പറയുന്നത് നോൺ ടെക്നിക്കലാണ്. നോൺ ടെക്നിക്കലിന് വേണ്ടി നല്ലൊരു ടൈം ഡിവോട്ട് ചെയ്ത്
പഠിക്കണം, അതൊക്കെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു എക്സ്പീരിയൻസ് പോയതുകൊണ്ടാണ്. ഈ ഒരു എക്സാംസിന്റെ എക്സ്പീരിയൻസിന്റെ പുറത്താണ്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് രാവിലെ കൂടി നമ്മൾ ട്രെയിനിൽ വന്നപ്പോൾ തന്നെ 2 കുട്ടികൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത്, അവര് സർവീസിൽ കയറിയ കുട്ടികളാണ്. അവര് വന്ന് അവരുടെ ടെസ്റ്റിമോണിയൽ പോലെ വന്ന് നമ്മളോട് ഒരു വാക്ക് പറയുമ്പോൾ അത് ഭയങ്കര വലിയൊരു മോട്ടിവേഷനും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് എവിടെ നമ്മൾ ഗവൺമെന്റ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് നിൽക്കേണ്ടി വരുന്നില്ല. കാര്യം നമ്മുടെ സ്റ്റുഡൻസ് ആണ് അവിടെ വന്നിട്ട് പോകുന്നത് എന്നുള്ളത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം കൂടിയാണ് മിസ്, എന്നെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, മിസ് ജോലി റിസൈൻ ചെയ്തതാണോ അല്ലെങ്കിൽ ലീവ് എടുത്തിട്ടാണോ ക്ലാസ് പഠിപ്പിക്കുന്നത്? ഇല്ല, ഞാൻ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് അതായത് ആ ഒരു റിസ്കിനെ കുറിച്ച് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതായത് എൻ്റെ കേസും അങ്ങനെ തന്നെയാണ്. അതായത് ഞാൻ ഈ ജോലി വേണ്ടാന്ന് വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളൊരു ജോലി റിസൈൻ ചെയ്യാതെ നമ്മൾ അവിടെ ലീവ് എഴുതി പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ അവസരമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് ജോലി എത്തിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും അതിന് ആ ജോലിക്ക് ഞങ്ങൾക്കും നല്ല പ്രതിഫലമൊക്കെ ലഭിക്കുന്നുണ്ട്, നല്ല ലൈഫ് സ്റ്റൈൽ ലഭിക്കുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്കും നല്ല ജോലി ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതേപോലുള്ള കമന്റ് ഇടുന്ന ആളുകൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ജേണി എന്ന് പറയുന്നത് നമ്മുടെ ഈ എൻട്രി ഫാമിലിയുടെ ടെക്നിക്കൽ വിങ്, ഏത് വിങ് ആണെങ്കിലും ജേണി എന്ന് പറയുന്നത് ഒരു കൂട്ടമായിട്ടുള്ള കുറച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു, നിങ്ങൾക്ക് തന്നെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബ്രാഞ്ചസിനും ഒരു സ്ഥലത്ത് കിട്ടുന്നത് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ ഇല്ല. അപ്പോൾ അവിടെ നമുക്ക് പ്രൗഡ്ലി പറയാൻ പറ്റും, നമ്മൾ സ്റ്റുഡൻസിനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണ് ഗൈഡ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല നമ്മളത് പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ റെയിൽവേ എക്സാംസ് വരികയാണ്. അപ്പോൾ റെയിൽവേ എക്സാംസിന് ഒരുപാട് റെയിൽവേ എക്സാംസ്, അപ്പോൾ ALP ആണെങ്കിലും RRB JEE ആണെങ്കിലും എക്സാംസിന്റെ ഒരു ഘടന നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ ഉണ്ടായിരിക്കും. നമ്മൾ പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ അതെ, അപ്പൊ നമുക്ക് പറ്റിയ ഇംപെർഫെക്ഷൻസ് നിങ്ങൾക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരിക. അതൊക്കെയാണ് നമ്മൾ ഓരോ വീഡിയോസിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ എല്ലാ എക്സാംസ് ആണ്, ഇപ്പോൾ സ്റ്റേറ്റ് PSC ആണെങ്കിലും SSC JEE ആണെങ്കിലും നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിനകത്ത് എന്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട്. പിന്നെ നമ്മുടെ നോളജ് വൈസ് ആണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സസ് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതിൽ കൂടി ഇമ്പ്രൂവ് ചെയ്താലോ എന്ന് ഇപ്പൊ തോന്നാറുണ്ട്. അപ്പൊ അത് നമ്മൾ ആദ്യം ക്ലാസ് എടുത്തുണ്ടാകും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ. അതായത് കൊറോണയുടെ ടൈമിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം വീട്ടിൽ ജസ്റ്റ് ഒരു ഗ്രീൻ മാറ്റ് ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ലാപ്പിൽ വാക്യൂം ബോർഡ് വെച്ചിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഡിജിറ്റൽ ബോർഡ് വന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റുഡിയോയിൽ വന്ന് എടുക്കാൻ തുടങ്ങിയത്. ഇതെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് ഫോണിൽ ഉപയോഗിച്ച് നമ്മൾ പല ക്ലാസ്സുകൾ ആദ്യം എടുത്തിട്ടുണ്ടായത് ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോസുകളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ, എനിക്ക് പേഴ്സണൽ യൂട്യൂബ് ചാനലിൽ ഞാൻ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഫോൺ സ്റ്റാൻഡിൽ വെച്ച് പേപ്പറിൽ എഴുതിയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. സ്റ്റേജിൽ നമ്മൾ ഇമ്പ്രൂവ് ആയി ഓരോ ദിവസം വരികയാണ്. അപ്പൊ അതിനൊക്കെ നിങ്ങളും വലിയൊരു ഫാക്ടറാണ്. നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ നിങ്ങളുടെ റിസൾട്ട്സുമാണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇനി നിങ്ങൾക്ക് അടുത്ത വർഷം, അതായത് ഈ 2025 വന്നിരിക്കുന്ന എല്ലാ അവസരങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തി എക്സാംസിന് വേണ്ടി സിൻസിയർ ആയിട്ട് എഫേർട്ട് എടുത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്ന കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻറ്റ്. സാറിന് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതാണ്, അതായത് ഈ എക്സാം സീസണിൽ ഏത് മേഖലയിലാണെങ്കിലും, ഇപ്പം നമ്മളാണെങ്കിലും ഇപ്പോൾ ടീച്ചിങ്ങിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ക്ലാസ് എടുത്ത സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികളും നമ്മൾ പ്രതീക്ഷ വന്നിട്ടില്ല. അതായത് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ക്ലാസ്സസ് ഒക്കെ എടുത്ത് തുടങ്ങുന്ന സമയത്ത് വേണ്ടത്ര രീതിയിലുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അന്ന് നമ്മൾ ഇട്ട് പോവാതിരുന്നത് കൊണ്ടാണ് പിന്നീട് നമുക്ക് വലിയ വലിയ റിസൾട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. അപ്പം എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന റിസൾട്ട് എന്ന് പറയുന്നത് KCBയുടെ സബ് എഞ്ചിനീയർ റിസൾട്ടാണ്. ഒരു റാങ്ക് ലിസ്റ്റിൽ 200-ലധികം ആളുകൾ മെയിൻ ലിസ്റ്റിൽ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ വന്നു. അതേപോലെ തന്നെ നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് ശരിക്കും ഞെട്ടിപ്പോയായിരുന്നു. 10 റാങ്കിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ ആദ്യത്തെ 10 റാങ്കിൽ 5 റാങ്ക് എൻട്രിയിലെ ഉദ്യോഗാർത്ഥികളാണ്. അപ്പൊ അത്രയും മികച്ച റിസൾട്ടുകൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 2021 നടന്ന LSTD AE എക്സാം ആണെങ്കിലും ആദ്യത്തെ ആ അഡ്വൈസ് പോയാലും മെജോറിറ്റി സ്റ്റുഡൻസ് നമ്മുടെ ഉദ്യോഗാർത്ഥികളാണ്. ഫസ്റ്റ് ഗ്രേഡ് എടുത്താലും പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട വാട്ടർ അതോറിറ്റി AE, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് AE, അതിലൊക്കെ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഇപ്പം സർവീസിൽ കയറി ഒരുപാട് പേരും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള യൂസേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. MBA റിസൾട്ട് എന്ന് പറയുന്നത് അത്രയും മികച്ച റിസൾട്ടാണ്. ടെക്നിക്കൽ വിങ്ങിന് വളരെ അഭിമാനിക്കാവുന്ന റിസൾട്ടുകളാണ്. അപ്പൊ ഇതാ ഈ കമന്റ് ചെയ്ത ആളെ പേര് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ബർത്ത്ലെസ് ഡെത്ത്ലെസ് എന്നാണ്. അപ്പൊ അതിന്റെ ഇടയിലുള്ളതാണ് ഈ ലൈഫ് എന്ന് പറയുന്നത് അല്ലെ. ഈ ജീവിതമില്ല മരണമില്ല എന്നാണ്. അപ്പൊ നല്ലൊരു ലൈഫ് അല്ലെ, നല്ലൊരു ജീവിതം അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് സെറ്റിൽ ചെയ്യാൻ, നല്ലൊരു ജോലിയിലേക്ക് എത്തണമെങ്കിൽ നന്നായിട്ട് എഫേർട്ട് എടുക്കണം. ഇതേപോലെ കമന്റ് ഒന്നും ഇടാതെ എന്ത് ചെയ്യാം, അതെ, നമ്മളുടെ കുറച്ചുകൂടെ സ്മൂത്തായി നന്നായി സിൻസിയർ ആയിട്ട് എഫേർട്ട് എടുത്ത് പഠിക്കുക. എല്ലാവരും നന്നായി പഠിക്കുക. അതുപോലെ 2025 അവസരങ്ങൾ ഒന്നും തന്നെ പാഴാക്കി കളയരുത്. RRB JEE, SSC JEE, സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാംസ് എല്ലാം ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ കൃത്യതയോടുകൂടി കൺസിസ്റ്റന്റ് ആയി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.